ഹലോ മേയാൻറ്റിയെ. മേയാൻറ്റി, എന്തുകൊണ്ടാണ് ജെൻഡറും സെക്സും ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ കവർ ചെയ്തത്? എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായതുകൊണ്ടാണ് ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ ജെൻഡറിനെ കുറിച്ചും സെക്സിനെ കുറിച്ചും പറയാമെന്ന് തീരുമാനിച്ചത്. മേയാൻറ്റിയുടെ ജീവിതത്തെക്കുറിച്ച് ചുരുക്കി വിവരിക്കാമോ? തീർച്ചയായും. എൻ്റെ ജീവിതം എന്ന് പറയുന്നത്, ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഒരു കാർഷിക കുടുംബത്തിലാണ് ജനിക്കുന്നത്. ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിക്കുന്നത്. നമ്മളെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു പ്രത്യേക ധാരണകളുണ്ടാവും. നമുക്ക് ആ ഒരു ഏകദേശം 2-3 വയസ്സാകുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ സ്വഭാവ വിശേഷതകൾ പ്രകടമാവാൻ തുടങ്ങും. ആ നിമിഷം മുതൽക്ക് തന്നെ നമുക്ക് നമ്മളുടേതായ ജെൻഡറിനെ കുറിച്ചും സെക്ഷ്വാലിറ്റിയെക്കുറിച്ചും കൂടുതൽ ബോധമില്ലെങ്കിലും കൂടി പെൺകുട്ടികളുടേതുപോലെയുള്ള വസ്ത്രധാരണങ്ങളെ ഇഷ്ടപ്പെടുകയും അതുപോലെ തന്നെ പെൺകുട്ടികളുമായി കൂട്ടുകൂടാൻ തുടങ്ങുകയും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ സമൂഹം വളരെ മോശമായ രീതിയിലൊക്കെയാണ് ഈ പ്രവണതകളെ കണ്ടിരുന്നത്. അതുകൊണ്ട് എപ്പോഴും ഉള്ളിലേക്ക് ഒതുങ്ങി ജീവിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എൻ്റേത്. പെൺകുട്ടികളോടൊപ്പം കളിക്കുക, അതുപോലെ തന്നെ ആൺകുട്ടികളോടൊപ്പം കളിക്കാതിരിക്കുകയും അവരുമായിട്ട് കൂടുതൽ അടുക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതകളൊക്കെ സ്വമേധയാ ഈ ട്രാൻസ്ജെൻഡർ കുട്ടികൾ കണ്ട് വരുന്നതാണ്. അത് ട്രാൻസ്മെൻസായാലും അതെ. അല്ലാതെ കണ്ട് ഒരു 10-17 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സായതിനു ശേഷമല്ല ഒരു ജെൻഡറിനെ കുറിച്ചും സെക്ഷ്വാലിറ്റിയെക്കുറിച്ചും തിരിച്ചറിയുന്നത്. അതൊക്കെ ചെറുപ്രായത്തിൽ തന്നെ പ്രകടമാകാൻ തുടങ്ങുന്നതാണ്. പിന്നെ ക്വിയർ വിഷയം മാത്രമാണോ അതോ പൊതുവായ മറ്റു കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ? തീർച്ചയായും. ക്വിയർ വിഷയങ്ങളെ മാത്രമല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പൊതുവായ പല കാര്യങ്ങളെക്കുറിച്ചും, മതങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ജാതിയെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളോ രാഷ്ട്രീയവുമായ ബന്ധപ്പെട്ടതോ അല്ല മറ്റു പല വിഷയങ്ങളെക്കുറിച്ചും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ നന്ദി ആൻറ്റി. വളരെ നന്ദി. ചോദിച്ചതിന് സന്തോഷമുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ പൊതുവായ പല കാര്യങ്ങളെക്കുറിച്ചും പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും നന്ദിയും എൻ്റെ സന്തോഷവും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാനും ബെല്ലൈക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തുന്നു.